നമസ്കാരം, എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. ഏകദേശം ദേശീയ തലത്തിൽ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. 4-ാം തീയതി നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ എഡിറ്റേഴ്സ് കോളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് 3 മുന്നണികൾ മത്സരിക്കുന്ന കേരളത്തിൽ നിന്ന് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക. കഴിഞ്ഞ തവണ പോലെ 19 സീറ്റിലേക്ക് അല്ലെങ്കിൽ 20 സീറ്റുകളിലേക്ക് UDF പോകുമോ, അതോ LDF ഇത്തവണ ഒരു മുന്നേറ്റം നടത്തുമോ? നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 4-ാം തീയതി ആകുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ആരാവണം എന്നത് സംബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായി 2 മുന്നണികൾ മത്സരിച്ചു നമുക്കറിയാം. ഒന്ന് ഇന്ത്യ സഖ്യവും, രണ്ടാമത്തേത് NDA സഖ്യവും. തിരിച്ചാണ് പറയേണ്ടതെങ്കിൽ പോലും ഇതിൽ 2 പേർക്കും അവകാശവാദങ്ങളുണ്ട്. 400 സീറ്റ് എന്നുള്ള BJP ഉയർത്തുന്ന അവകാശവാദം അത്രയും കിട്ടില്ല, ഇത്തവണ ഭൂരിപക്ഷം BJPക്ക് കുറവായിരിക്കും എന്ന് പറയുന്നിട്ട് ഇന്ത്യ സഖ്യവും മുന്നോട്ടുണ്ട്. നമുക്കിനി കേരളത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾ മത്സരിച്ചു. ഒന്ന് LDF, UDF, NDA. NDA നമുക്ക് മാറ്റി നിർത്താം, കാരണം അധികമൊന്നും NDA നമ്മുടെ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം അവരാകെപ്പാടെ 4 സീറ്റുകൾ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഈ പറയുന്ന 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ 3 മുന്നണികളിലും പെടുന്നവരെല്ലാം പറയുന്നത്, എസ്പെഷ്യലി നമ്മുടെ NDA സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത് അവർ ഒരു കേന്ദ്രമന്ത്രിയാവും എന്നുള്ള നിലയിലാണ് എല്ലായിടത്തും പ്രചരണം നടത്തുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലമാണെങ്കിലും, അനിൽ ആന്റണി പത്തനംതിട്ട മണ്ഡലത്തിലെ അനിൽ ആന്റണി ആണെങ്കിലും, അതല്ല ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രനാണെങ്കിലും, തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ആണെങ്കിലും, ഇവർ 4 പേരും ഞങ്ങൾ കേന്ദ്രമന്ത്രിയാവും എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ്. തിരുവനന്തപുരം മണ്ഡലം ഇവരെല്ലാവരും ഞങ്ങൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാണ് വരുന്നത്. എങ്ങനെ നോക്കി കാണുന്നുണ്ട്? ഇപ്പം നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ് വിദ്യയ്ക്ക് തോന്നുന്നത്? ഇപ്പം 2024 തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികളും ശക്തമായി തന്നെ രംഗത്തുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം BJP ഈ പ്രാവശ്യം സീറ്റ് ഉറപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പല മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുന്നത് തന്നെ. അപ്പം പക്ഷേ എങ്കിലും UDFനാണ് കുറച്ചും കൂടെ വിജയ സാധ്യത ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഏകദേശം ഒരു കണക്കൂട്ടൽ. അങ്ങനെയാണ്. കാരണം 3 മണ്ഡലങ്ങൾ അവർ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. എറണാകുളം, വയനാട്, മലപ്പുറം, ഈ 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് UDF അവരുടെ വിജയം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ള മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും UDF കുറേ അധികം പ്രവർത്തനങ്ങൾ ഒരുപാട് കൂടുതലായിരുന്നു. ഈ പ്രാവശ്യം അവർ എങ്ങനെയും നഷ്ടപ്പെട്ടു പോയ സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് വെച്ചാൽ അവരുടെ വിജയം അവര് കുറെ അധികം, അതായത് ഒരു ഇലക്ഷനോട് അടുത്ത സമയത്ത് അവരുടെ പ്രവർത്തനം ഭയങ്കര ഊർജിതമായ പ്രവർത്തനവും പ്രചാരണവും ഒത്തിരി, അതായത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധ നേടിയിട്ടുണ്ട്. വാർത്തകളിൽ കുറെ അധികം ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് കോൺഗ്രസ്. അതോടൊപ്പം അത് മാത്രമല്ല, ഇടതുപക്ഷത്തിനെതിരായി അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ട എല്ലാ എലമെന്റ്സും അവർക്ക് കൈ കിട്ടി. അതെല്ലാം നല്ല വടികളായിരുന്നു. ആ വടികൾ ഉപയോഗിച്ച് കാര്യമായ രീതിയിൽ LDFനെ മർദ്ദിക്കാനും അവർ മറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യയുടെ അഭിപ്രായം തന്നെയാണ് ശരി. മിക്കവാറും UDF തന്നെയാണ് നേട്ടം ഉണ്ടാക്കാൻ സാധ്യത. തന്നെയുമല്ല, നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ തുല്യാതുല്യം വന്നിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് 2 തവണ മാത്രമാണ്. 12 ഒരു 10-10 എന്നുള്ള നിലയിൽ. ബാക്കി എല്ലായിടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന UDFന് മേൽക്കൈ തന്നെയാണ്. ആ ഒരു സിസ്റ്റമാണ് ഇതുവരെ ഫോളോ ചെയ്ത് വരുന്നത്. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ 19 കേസ് സംബന്ധിച്ച് ഒരു വലിയൊരു ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ഒരു രാഹുൽ ഗാന്ധി ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകം ഒരു UDFനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ 20 മണ്ഡലങ്ങളിൽ 19 എണ്ണത്തിലും വിജയിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഫക്റ്റ് അങ്ങ് വർക്ക് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഈ പ്രാവശ്യം ഒരു പ്രശ്നം കൂടെ പോളിംഗ് വല്ലാതെ കുറഞ്ഞു. അത് LDFന് അനുകൂലമായി വരുമെന്നാണ് പുറമേയുള്ള ചർച്ചകളിൽ നിന്ന് മാത്രമല്ല, ഈ LDF തന്നെ വിശ്വസിക്കുന്നത് ഈ പോളിംഗ് നിരക്ക് കുറഞ്ഞത് അവർക്ക് അനുകൂലമായി തീരും എന്ന് തന്നെയാണ്. പ്രധാനമായും നമ്മളിപ്പം പോളിംഗ് ശതമാനം നോക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും കൂട്ടത്തോടെ വോട്ട് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് പോളിംഗ് നിരക്ക് വർദ്ധിക്കും. അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി. കാര്യം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ഭരണത്തിൽ അത്രത്തോളം സംതൃപ്തരല്ല, അവർ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്ന നമ്മുടെ ഇന്ധനത്തിന്റെ
നിരക്ക് വർധനവും സാധാരണക്കാർക്ക് കുറെ അധികം പ്രശ്നങ്ങളുണ്ടായി. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെട്ടത്? അതെവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ അന്നും പിന്നെ പറഞ്ഞത് അയോധ്യ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം. പിന്നീട് അതുപോലെ പട്ടേൽ പ്രതിമ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും BJP സംസാരിച്ചിട്ടുള്ളത്. അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലില്ലായ്മ പരിഹരിച്ചു, ഇത്ര ആൾക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിച്ചു, ഇത്ര കോടി ജനങ്ങൾക്ക് ഞങ്ങൾ ജോലി കൊടുത്തു എന്ന ഒരു അവകാശവാദം ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ പോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു വിരുദ്ധ വികാരം, അതായത് പ്രധാനമന്ത്രിക്കും നരേന്ദ്രമോദിക്കും BJP സർക്കാരിനും എതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം കേരളത്തിൽ ഉടനീളം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും എമർജ് ചെയ്ത് വരാൻ പോകുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ് എന്നൊരു ചിന്ത വന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ടായിട്ട് കേരളത്തിൽ നിന്ന് പരമാവധി ആൾക്കാരെ അവിടേക്ക് എത്തിക്കണം, കേന്ദ്രത്തിലേക്ക് എത്തിക്കണം. ഈ ഒരു ചിന്തയുടെ ഭാഗമായി ജനങ്ങൾ എല്ലാവരും നേരെ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് നമുക്ക് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഇഫക്റ്റ് ഇത്തവണ ഇല്ല, പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനിയിപ്പോൾ നമുക്ക് ഓരോ മണ്ഡലങ്ങളായിട്ട് നോക്കാം. അങ്ങനെ അതിന് മുമ്പായിട്ട് നമ്മൾ പൊതുവിലൊരു ധാരണ എന്ന് പറഞ്ഞാൽ UDF തന്നെ മേൽക്കൈ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ പറയുന്ന പോലെ സീറ്റ് കഴിഞ്ഞ തവണത്തെ പോലെ 19 ഒന്നും കിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു 12 സീറ്റ് വരെ നമുക്ക് UDF പ്രതീക്ഷിക്കാം എന്ന ഒരു നിലയിലാണ് ഇപ്പൊ നമുക്ക് കാര്യങ്ങളുള്ളത്. എന്ത് തോന്നുന്നു? ഇനിയിപ്പോ ഓരോ മണ്ഡലങ്ങളായി നമുക്കൊന്ന് പരിശോധിച്ചാൽ എന്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് 14 സീറ്റ് വരെ UDF പോവും. ബാക്കി ഒരു 6 സീറ്റ് ഉള്ളത് LDF. BJP ഇത്തവണയും രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരു ഇത്തിരി പ്രതീക്ഷ നമുക്ക് വെക്കാൻ പറ്റുന്നത് തൃശ്ശൂരാ. പക്ഷെ അവിടെയും എങ്ങനെ മറിയും ഇതുവരെ ഒരു മേൽക്കൈ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അവസ്ഥ എന്തുവാണെന്ന് തൃശ്ശൂർ ഒരുപാട് നാടകങ്ങൾ നടന്നിട്ടുണ്ട്. കാര്യം തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ തൃശ്ശൂർ പൂരത്തെ കൂടെ അവർ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതിനെ തനിക്ക് അനുകൂലമാക്കി തീർക്കാൻ ഈ ഒരു സുരേഷ് ഗോപി ശ്രമം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പരിധി വരെ ഈ ഇലക്ഷനോട് അടുത്ത സമയത്ത് പാത്രത്തിൽ വിളമ്പി കൊടുത്ത പോലെ LDF കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ വിളമ്പി കൊടുത്തതുപോലെ കുറെ ഇഷ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പിടിച്ച് അതിനെ പിന്നെ തനിക്ക് അനുകൂലമായ വോട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി ശ്രമിച്ചതാണ്. ആംബുലൻസിൽ അവിടെ എത്തുന്നു, അവിടെ എത്തിയിട്ട് ഞാൻ പ്രശ്നം പരിഹരിക്കും. അപ്പം അടുത്ത ദിവസം ഞാൻ അവരെന്നെ വിളിച്ചിരുന്നു, അവിടുന്ന് ദേവസ്വം ബോർഡ് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയെന്ന് സുരേഷ് ഗോപി പറയുന്നു. അവസാനം അവർ തന്നെ മാറ്റി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളിനെ ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി ഞങ്ങൾ ക്ഷണിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കളിച്ച നാടകങ്ങളൊക്കെ പലതും തൃശ്ശൂർകാർക്ക് പതിയെ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു നേട്ടമുണ്ട്. ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞിരുന്നാലും അവസാന ലാപ്പിലേക്കൊക്കെ എത്തിയപ്പോൾ അവിടെ ഒരു 2 പേർ തമ്മിലായി. ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാറിയിട്ട് 2 പേർ, അതായത് സുനിൽകുമാറും K മുരളീധരനും തമ്മിൽ മാത്രമായി മത്സരം. പിന്നെ തന്നെയുള്ള ചില അടിയൊഴുക്കുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതായത് BJP വോട്ടുകൾ മറിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം കോൺഗ്രസ്സുകാരിൽ പലർക്കും ഈ TN പ്രതാപനായിരുന്നല്ലോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പോൾ TN പ്രതാപന്റെ അവിടെ നിന്ന് TN പ്രതാപനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ TN പ്രതാപന്റെ ഒരു വിഭാഗം ഇപ്പോഴും ഒരു നിരാശയിൽ തന്നെയാണ്. നമ്മൾ എത്ര ഇല്ല എന്ന് ആരൊക്കെ പറഞ്ഞിരുന്നാലും ആ ഒരു നിരാശയുണ്ട്. കാര്യം പോസ്റ്റർ എഴുത്ത് തുടങ്ങി, അതുപോലെ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് തുടങ്ങി, ചുവരെഴുത്തുകളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയം മാറുന്നത്. ആദ്യം തീരുമാനിച്ചിരുന്നത് എന്ത് വന്നിരുന്നാലും ഇവരെ TN പ്രതാപൻ സിറ്റിംഗ് MPമാരെ തന്നെ മത്സരിപ്പിക്കാവുന്ന തീരുമാനമായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ മാറുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇനിയും തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് ഒന്ന് എങ്ങനെയാണ് കാണാൻ പറ്റുക നമുക്ക്? തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ 3 മുന്നണികളും ശക്തമായ പോരാട്ടം വെച്ചൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. കാരണം ഒരു എന്താ പറയാ, നമ്മൾ 19 വർഷത്തിന് ശേഷം പന്നിയൻ രവീന്ദ്രൻ തിരിച്ചു വന്നതാണ്. അന്നത്തെ പുള്ളിയുടെ ഇലക്ഷൻ, അതായത് അന്നത്തെ പുള്ളി പന്നിയൻ രവീന്ദ്രൻ നേടിയ വോട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രമാണ്. അത്രയധികം വോട്ടുകൾ നേടി അന്ന് വിജയിച്ച ഒരാളാണ്. പക്ഷെ അതിനുശേഷം ഒരു 15 വർഷം തരൂരിനൊപ്പം തന്നെയായിരുന്നു തിരുവനന്തപുരം. അത്രയും വിശ്വാസത്തോടെ തന്നെ കൂടെ നിന്നു തിരുവനന്തപുരം മണ്ഡലം. ശശി തരൂരിനൊപ്പം തന്നെ നിന്നു. അപ്പം ഇത്തവണയും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ശരിക്കും അതൊരു CPIയുടെ സീറ്റ് തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ബെനറ്റ് എബ്രഹാമിന്റെ കൂടി അവിടെ ഒരു CPIയുടെ ഒരു യുഗം അവിടെ അവസാനിച്ചു. അവസാനം അദ്ദേഹമാണ് അവിടെ മത്സരിക്കുന്നത് CPI സ്ഥാനാർത്ഥിയായിട്ട്. മീൻസ് ശശി തരൂരിന് എതിരെ
അപ്പോൾ ശശി തരൂരിന് അവിടെ ഒരു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാർ പൊതുവെ ചിന്തിച്ചത് ഒരു വിശ്വപൗരൻ എന്ന ലേബലിൽ ഒരാൾ വരുന്നു. പിന്നെ ഒരു സാമുദായിക വോട്ടുകളുടെ ഒരു പ്രാതിനിധ്യമുണ്ട് അവിടെ. ഈ നായന്മാരുടെ വോട്ട് എന്ന് പറയുന്ന ഒരു കാസ്റ്റ് വോട്ടുകളുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടുവരാൻ ഇദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാർക്കിടയിൽ ഈ പന്ന്യൻ രവീന്ദ്രന് വലിയൊരു പ്രതിച്ഛായയുണ്ട്. അതൊരു വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ഒരു പാർട്ടി കെട്ടിടത്തിൻ്റെ ഒരു പാർട്ടി ഓഫീസിൻ്റെ ഒരു മുറിയിൽ താമസിക്കുന്നു. ലളിതമായ ആഹാര ശൈലിയും അതോടൊപ്പം തന്നെ ലളിതമായ വേഷവിധാനവും യാത്രാ സൗകര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിട്ടാണ് പന്ന്യൻ രവീന്ദ്രനെ പലപ്പോഴും തിരുവനന്തപുരത്തുകാർ കാണുന്നത്. അതേസമയം 2 കോർപ്പറേറ്റുകളാണ് പിന്നീട് വന്നിറങ്ങിയിട്ടുള്ളത്. നമ്മൾ കോർപ്പറേറ്റ് എന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതായത് ശശി തരൂർ പിന്നെ ആ മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പം പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ്, പിന്നെ ഒരു കോർപ്പറേറ്റ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം പിന്നെ പുതുമുഖം വന്നു. പുതുമുഖം വന്നതോടുകൂടി മാത്രം തീരദേശ മേഖലകളിലൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ആയിട്ട് പണം ഉൾപ്പെടെയുള്ളത് കൊടുത്തു എന്നൊക്കെയാണ് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വോട്ട് പിടിക്കാനൊക്കെ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് ആ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രധാന മത്സരം എനിക്ക് തോന്നുന്നില്ല പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലാണ് എന്നുള്ളത്. കാര്യം അത് നേരത്തെ തന്നെ ശശി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖരും ഞാനും തമ്മിലാണ് പ്രധാന മത്സരം എന്ന് ഒരു ഘട്ടത്തിൽ ശശി തരൂർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് അത് മാറ്റി പറഞ്ഞു. അല്ലെങ്കിൽ 3 പേരും തമ്മിലാണ്, 3 മുന്നണികളും തമ്മിലാണ് മത്സരം എന്ന് ശശി തരൂർ പറഞ്ഞു. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു ചെറിയ ഭിന്നത ഒരു ഉണ്ടാവുന്നുണ്ട് അവിടെ. ആ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടാകുന്ന ഭിന്നത പലപ്പോഴും അതിൽ ഭയക്കുന്നുണ്ട്. ശശി തരൂരിന് ഭയങ്കരമായ ഭയം അക്കാര്യത്തിലുണ്ട്. കാര്യം പല സ്ഥലങ്ങളിൽ എനിക്കൊന്ന് പൂവാറോ മറ്റോ അദ്ദേഹത്തിൻ്റെ പ്രചരണമായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള കുറേ പ്രവർത്തകർ ഇദ്ദേഹത്തെ കൂക്കി വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ മിക്കവാറും ഒരു രാജീവ് ചന്ദ്രശേഖറിലേക്ക് തിരുവനന്തപുരം ആദ്യമായി ചായുമോ എന്നുള്ള ഒരു കാര്യം കൂടെ നോക്കണം. കാര്യം രാജഗോപാൽ മത്സരിച്ച സമയത്ത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഈ രാജഗോപാലിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു BJP 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നു. ഇനിയിപ്പം BJPയുടെ ശ്രമം അവിടെ 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത് അവിടെ 50-50 ചാൻസ് ആണ്. രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ ശശി തരൂരോ, ഈ 2 ചിന്തകൾക്കാണ് അവിടെ ഒരു സ്വാധീനമുള്ളത്. ശശി തരൂരിന് തന്നെ ആവാം. കാര്യം ഒരു 50-50 ആണെങ്കിൽ പോലും ശശി തരൂരിന് തന്നെ അവിടെ ഒരു സ്വാധീനം കിട്ടും എന്ന് തന്നെയാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം ചർച്ച ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. KPCC പോലും അങ്ങനെ ഒരു വിശ്വാസത്തിലാണ്. ഇനിയിപ്പം പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. ജോയി മത്സരിക്കുന്നുണ്ട്. അവിടെ മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. മുരളീധരൻ എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിയാണ്, സഹമന്ത്രിയാണ്. പിന്നെ ഉള്ളത് അടൂർ പ്രകാശാണ്. ഇവർ 3 പേരും കൂടിയാണ് അവിടെ മത്സരിക്കുന്നത്. എന്ത് തോന്നുന്നു അവിടുത്തെ ഒരു മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ? പക്ഷേ ഇത്തവണ അടൂർ പ്രകാശിന് അവിടെ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു അവിടെ നോക്കുമ്പോൾ ആറ്റിങ്ങൽ നോക്കുമ്പോൾ. കാര്യം അതിനൊരു കാരണം കൂടിയുണ്ട്. അടൂർ പ്രകാശിന്റെ മത്സര സമയത്ത്, അതായത് സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ചു, പ്രചാരണ രംഗം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വലിയൊരു സംഭവം അവിടെ നടക്കുന്നു. അതായത് ശബരിനാഥൻ ഉണ്ട്, അരുവിക്കര നേരത്തെ ഉണ്ടായിരുന്ന MLA. ശബരിനാഥിന്റെ ഒരു ടീം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് അടൂർ പ്രകാശിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മുരളീധരനിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നുൾപ്പെടെയുള്ള വോയിസ് മെസ്സേജുകളടക്കം പ്രചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായി. പിന്നെ ജോയിയെ സംബന്ധിച്ചിടത്തോളം ജോയി നേരത്തെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പം ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ജോയി എല്ലാ കാലത്തും. അത് തുടക്കം മുതൽ തന്നെ അവിടുത്തെ വർക്കല MLA കൂടിയാണല്ലോ അദ്ദേഹം. അപ്പോൾ ഈ രീതിയിലുള്ളൊക്കെ ഒരു പ്രവൃത്തി നടത്തിയെടുക്കാനും ഒക്കെ ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. ജോയിക്കും ഒരു ഭാഗം ആൾക്കാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, മുരളീധരൻ നേരത്തെ തന്നെ കാലേ കൂട്ടി തന്നെ അവിടെ വന്നിരുന്നു. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPക്ക് നേട്ടമുള്ള മണ്ഡലമാണ്. അതായത് BJPക്ക് പലപ്പോഴായി കഴിഞ്ഞ കാലത്ത് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയും ശോഭാ സുരേന്ദ്രൻ കാര്യമായ രീതിയിൽ വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ BJP ക്രമേണ വളർന്നുകൊണ്ടിരിക്കുക. അവിടെ മാത്രമല്ല, ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും BJP കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട്. നേരത്തെ നിസ്സാരമായി കണ്ട പലയിടങ്ങളിലും ഇന്ന് BJPക്ക് അത്യാവശ്യം നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് കഴിഞ്ഞു പോയത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ ജോയിക്ക് അവിടെ ഒരു പ്രാതിനിധ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും LDFന് ഒരു പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് അതാവാനാണ് സാധ്യത. പിന്നെ വരുന്നത്
ഓഫ് കോഴ്സ് നമ്മുടെ കൊല്ലം മണ്ഡലത്തിൽ എന്തായിരിക്കും എന്ന് ആരും കണ്ണടച്ചുകൊണ്ട് പറയല്ലേ. എനിക്ക് പ്രേമേന്ദ്രന് തന്നെ അവിടെ ഒരു പ്രാതിനിധ്യം കിട്ടും എന്നുള്ള കാര്യം 100% ഷുവറാണ്. കാര്യം പിന്നെ പലരും പറഞ്ഞു കേൾക്കുന്ന ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം NK പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വലിയ അതിശക്തമായിട്ട് വരുന്നുണ്ട്. അത് തന്നെയല്ല, വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്, അറിയാമല്ലോ അത്. അതായത് പ്രധാനമന്ത്രിക്കൊപ്പം പോയിരുന്ന് ഈ ഉച്ചയൂണ് കഴിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ സംഭവമായി മാറിയിരുന്നു. അതുകൊണ്ട് അത് ഇദ്ദേഹത്തിന് നെഗറ്റീവായി മാറുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അങ്ങനെ നെഗറ്റീവായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹം അവിടെ കുണ്ടറയിൽ ഒരു സംഭവം ഉണ്ടായി. കുണ്ടറയിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന സമയത്ത് ഇദ്ദേഹം നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ഉണ്ടായി. അദ്ദേഹം ഏത് കാര്യവും ഏറ്റെടുത്താൽ ആ സമയബന്ധിതമായി പൂർത്തിയാക്കും, ഓരോ മാസവും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് NK പ്രേമേന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ചർച്ചയായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആവാം, എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു സംശയമാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ കൃഷ്ണകുമാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വേണ്ട രീതിയിലൊരു പ്രചാരണം കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ട്, അവിടെ ഒരു അടിയൊഴുക്ക് എവിടെയൊക്കെ നടക്കുന്ന പോലൊരു ഫീൽ നമുക്ക് തുടക്കം പോലെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ BJP വൈകുന്നു. ഇവിടെ NK പ്രേമേന്ദ്രൻ നേരത്തെ സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് NK പ്രേമേന്ദ്രൻ വരുന്നു, മുകേഷ് വരുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു തീരുമാനം ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞ് മിക്കവാറും BJPയിൽ ആരായിരിക്കും മത്സരിക്കുക. ഇൻ കേസ് BJPയിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവിടുന്ന് വോട്ട് എങ്ങോട്ടേക്ക് ഒഴുകാനാണ് സാധ്യത? ഇവിടെ UDFലേക്ക് ഒഴുകും. അതാണ് അവരുടെ ഒരു കാര്യം. ഈ പറയുന്ന പോലെ അവിടെ NK പ്രേമേന്ദ്രൻ നിൽക്കുന്നു. NK പ്രേമേന്ദ്രൻ നിൽക്കുന്ന സമയത്ത് NK പ്രേമേന്ദ്രൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ BJPക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന വോട്ടൊഴുക്ക് എപ്പോഴും UDFിൻ്റെക്ക് തന്നെ ആയിരിക്കും, ഈ BJPയുടെ. അതിനുവേണ്ടി തന്നെയാണ് തിരുവനന്തപുരത്ത് കിടക്കുന്ന കൃഷ്ണകുമാർ, അവിടെ കൗൺസിലറായിട്ട് മത്സരിച്ചിട്ട് പോലും ജയിക്കാത്ത ഒരാളാണ് ഈ കൃഷ്ണകുമാർ. അപ്പോൾ അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ഇവിടെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വോട്ട് ഇങ്ങോട്ടേക്ക് മറിയും. ഇത് സ്വാഭാവികമായ ഒരു ചർച്ചയാണ്, സ്വാഭാവികമായി സംഭവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജയമോ തോൽവിയോ അല്ല, വോട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മിക്കവാറും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മുകേഷിനെ സമയത്തോളം മുകേഷ് കൊല്ലം ടൗൺ ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പുറത്തൊരു ഔട്ട്സ്കേർട്സ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ശരിക്കും പോളിംഗ് ബൂത്തിലോട്ട് ആൾക്കാർ എത്തിയത്. അതുകൊണ്ട് തന്നെ NK പ്രേമേന്ദ്രൻ തന്നെ ആയിരിക്കും മിക്കവാറും അവിടെ നിന്ന് വിജയിച്ചു കയറാനുള്ള സാധ്യത തെളിയുന്നത്. പിന്നെ വിദേശ സമയത്തോളം പത്തനംതിട്ട മണ്ഡലം എങ്ങനെ കാണുന്നു? പത്തനംതിട്ട മണ്ഡലത്തിൽ അറിയാലോ, നമ്മുടെ ആന്റോ ആന്റണി, അനിൽ ആന്റണി, പിന്നെ നമ്മുടെ തോമസ്. അപ്പോൾ ഇവിടുത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലോട്ട് ഇറക്കിയത് തന്നെ വോട്ട് പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി, സമുദായ വോട്ടിന് വേണ്ടി മാത്രമാണ് പത്തനംതിട്ടയിലോട്ട് ഇറക്കിയത്. അതിന് കാരണമുണ്ട്, നമ്മുടെ പന്തളം കൊട്ടാരം എന്നുള്ള ഒരു സൈഡ് വ്യൂ അതിന് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പം ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുക അവരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലോട്ട് ഇറക്കിയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വിജയ സാധ്യത ഉള്ളത് ആന്റോ ആന്റണിക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ അപ്പോൾ എന്നോട് ചോദിക്കും, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്നോട് തിരിച്ചു ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, 2019 ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ ഒന്നും അല്ല ജയിച്ചത്, പക്ഷേ എങ്കിലും പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും UDFിന്റെ പ്രവർത്തനങ്ങളും ഈ അടുത്തിടെയായിട്ട് ഒട്ടനവധി കൂടുതലായിരുന്നു. കഴിഞ്ഞ സമയത്ത് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിനകത്ത് തന്നെ ആന്റണിയെ എതിർക്കുന്ന ആൾക്കാരുണ്ടായിരുന്നതിന്റെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു വിജയ സാധ്യത ഇപ്പോഴും ആന്റണിയിൽ തന്നെ പത്തനംതിട്ടയിൽ കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു. പക്ഷെ BJPയുടെ ഒരു പിന്നെ കണക്ക് പ്രകാരം ഏകദേശം 1,60,000 വോട്ടുകൾ, അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ അനിലാണ്ടണിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനിലാണ്ടണി ഭയങ്കരമായ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇല്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകും, കുറെ വോട്ടുകൾ പിടിക്കും, കുറച്ചധികം വോട്ടുകൾ പിടിക്കും. അപ്പൊ ഈ തോമസ് ഐസക് അവിടെ അപ്രസക്തനാണ് സത്യത്തിൽ.
പ്രസക്തനാണ് എന്ന് വേണേൽ പറയാം. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളും ഭയങ്കര സജീവമായ പ്രവർത്തനവും വിജയിക്കുമെന്ന് അവർക്ക് പൂർണ്ണമായിട്ടും ഒരു ഉറപ്പുണ്ട്. പക്ഷെ പത്തനംതിട്ടയെ സംബന്ധിച്ചൊരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ്. കാരണം നമ്മളിപ്പം ഇനി റിസൾട്ട് വരുമ്പോൾ പത്തനംതിട്ട ഒന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്താകും റിസൾട്ട് എന്താകുമെന്ന്. കാരണം അത് ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം എന്തായി തീരും, അവിടുത്തെ ഒരു വിജയം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എല്ലാവരും എന്താ പറയുന്നത് കണ്ണും നട്ട് നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ പത്തനംതിട്ടയിലുണ്ട് ശരിക്കും പറഞ്ഞു. അതിനകത്ത് നമ്മൾ അറിയാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. ഈ തോമസ് ഐസക് നേരത്തെ തന്നെ പത്തനംതിട്ട മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിനും സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ ഒരുപാട് മുൻപ് തോമസ് ഐസക് അവിടെ വന്നിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രവർത്തനങ്ങളോടെ സംഘടിപ്പിച്ചിട്ടുണ്ട്, ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു തൊഴിലെന്ന് പറയുന്ന ഒരു പദ്ധതി പോലും അദ്ദേഹം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ തോമസ് ഐസക് നേരത്തെ തന്നെ വ്യാപൃതനായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ വളരെ നാളിന് മുൻപ് തന്നെ. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം വരുന്നതും പത്തനംതിട്ടയിലേക്ക് നമ്മളെല്ലാവരും അന്തിച്ചു പോയി. അവിടെ ഒരു വിഷയം ഉണ്ടാവുകയും ചെയ്തു. കാരണം ആന്റോ ആന്റണിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് എംപിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ പ്രചാരണം നടന്നു. അപ്പം തോമസ് ഐസക്കിന്റെ അന്ന് തൊട്ടേ ഉള്ള പ്രവർത്തനങ്ങൾ ആ സമയത്താണ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തുന്നത്. ഒരു തൊഴിൽ പദ്ധതിയൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അവിടെ. അതിന് വേണ്ടി ആൾക്കാരെ കൂട്ടുകയും അതിന് പല ഭാഗങ്ങളിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജുകളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നീട് നമ്മുടെ അടുത്ത ജില്ല എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ്. പത്തനംതിട്ട അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് ആലപ്പുഴയിലേക്ക് ലാൻഡ് ചെയ്യുന്നു. ആലപ്പുഴയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ 3 സ്ഥാനാർത്ഥികൾ. ഈ 3 സ്ഥാനാർത്ഥികളെ നമുക്ക് ആരെയും വില കുറച്ച് കാണാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളല്ല. ഒന്ന് LDF-ൽ നിന്നുള്ള AM ആരിഫ്, UDF-ൽ നിന്നുള്ള KC വേണുഗോപാൽ, NDA-യിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രൻ. അതായത് നമ്മുടെ ചർച്ചയിൽ വരുന്ന 3ാമത്തെ BJP-ക്കാരി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലം. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം LDF-ന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ. ആലപ്പുഴയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ജയിക്കുക? വെറുതെ ഒരു അസംഷൻ പറയും. ഇപ്പം പറഞ്ഞതുപോലെ LDF-ന് ഒരു മുൻകൈ ഉണ്ട് എന്ന് പറയുന്നു. അതിനെ ഒരു തടയിടാൻ വേണ്ടിട്ടല്ലേ KC വേണുഗോപാലിനെ പോലെ ഒരു ശക്തനായ ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു എന്തോ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാം. അതായത് ആരെയും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം ശോഭാ സുരേന്ദ്രൻ കുറച്ചധികം വോട്ട് പിടിക്കും എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആര് വിജയിക്കുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ ആലപ്പുഴയെ സംബന്ധിച്ച് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ 11,000 വോട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു അദ്ദേഹം. പിന്നെ കഴിഞ്ഞ തവണ AM ആരിഫ് അവിടെ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെയർ ചെയ്തു. അത് അന്നും അതിനും കുറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ അതെ ഷാനിമോൾ ഉസ്മാൻ എങ്ങനെ സ്ഥാനാർത്ഥി പദത്തിലേക്ക് എത്തി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അന്ന് സ്ഥാനാർത്ഥി? അന്നും KCക്ക് തന്നെയായിരുന്നു ആദ്യം നറുക്ക് വീണത്. അന്ന് മാറി നിന്നു നറുക്ക് വീണു. പക്ഷെ അന്ന് ചില കാരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ഉയർത്തിയ ചില വിവാദങ്ങളും ചില പരാമർശങ്ങളും കാരണമാണ് ഒടുവിൽ KC വേണുഗോപാൽ അതിൽ നിന്ന് പിന്നോട്ടേക്ക് മാറിയിരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഷുവർ 20-20 നേടി കഴിഞ്ഞ തവണ പിന്നെ ചരിത്രം സൃഷ്ടിച്ചതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF. പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള ഫാക്ടറുകൾ ഏത് രീതിയിൽ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ തന്നെയല്ല, ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ കാലയളവിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ദല്ലാൽ നന്ദകുമാറിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ വിവാദം അത് പത്തനംതിട്ട മണ്ഡലത്തിലും അത് തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫലം എന്ന് കഴിഞ്ഞാൽ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും അവരുടെ ഇമേജിന് കോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അധികാര പദവികൾ ഇല്ലാതിരുന്ന സമയത്ത് പോലും ഈ നമ്മുടെ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അധികാരമൊന്നും കയ്യിലില്ല. അച്ഛൻ്റെ കൈ മാത്രമേ ഉള്ളൂ അധികാരം. അദ്ദേഹം പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് CBI ഡയറക്ടറേറ്റിൽ ഒരു നിയമനം നടത്താൻ വേണ്ടി, കൗൺസിലിന്റെ നിയമനം നടത്താൻ വേണ്ടിയിട്ട് കോഴ വാങ്ങിയ ഒരാൾക്ക് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും. ഇത് BJPയുടെ പൊതുവിലുള്ള പ്രശ്നമാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തുണ്ട് തന്നെ കുറച്ചുപേരും മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ നടത്താൻ വേണ്ടി ലക്ഷങ്ങൾ ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഇതിനെ കണ്ടു കഴിയുമ്പോൾ അനിൽ ആന്റണിയെ എങ്ങനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അദ്ദേഹം പലപ്പോഴും പറഞ്ഞു, ഞാൻ ജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ കാണുമെന്നറിയാം. ഇനിയിപ്പം ആലപ്പുഴയിൽ
ഇനിയിപ്പം എങ്ങനെ വന്നിരുന്നാലും KC വേണുഗോപാലാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അത് മണൽ എന്താ പറയുക കരിമണൽ കർത്തയുടെ CMRLന്റെ പൈസ മേടിച്ചെന്നോ അവരുമായിട്ട് നിന്നെന്നോ ഒക്കെ എന്ത് പറഞ്ഞിരുന്നാലും അവിടെ ഒരു പടി മുന്നിൽ എപ്പോഴും അതെ KPCC ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതെ അതെ KC വേണുഗോപാൽ എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അവർ വിജയം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അവിടെ ശരിക്കും KC വേണുഗോപാലിന്റെ മണ്ഡലം തന്നെ ആയിരുന്നു. നമ്മൾ ആലപ്പുഴ മണ്ഡലത്തെ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ളത് പിന്നെ പോയിട്ടുള്ളത് UDF-കാരാണ്. ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതിനു മുമ്പ് VM സുധീരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന പോലെ നിരവധി ആൾക്കാർ വയലാർ രവി MP ആയിട്ടിരുന്നിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഇവരൊക്കെ വിജയിച്ചു വന്നിട്ടുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടൊരു ചായ്വ്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒരു ചായ്വ് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന നിലയ്ക്ക് KCക്ക് ഒരു മുൻതൂക്കം കൊടുക്കാനാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയുക. പിന്നെ മാവേലിക്കര മണ്ഡലം എങ്ങനെയാണ്? കൊടിക്കുന്നിൽ സുരേഷാണ് ഒരാൾ UDF-ൽ നിന്നുള്ളത്. പിന്നെ CA അരുൺകുമാറാണ് മറ്റൊരാൾ LDF-ൻ്റെ ആയിട്ട് മത്സരിക്കുന്നത്. പിന്നെ UDF NDAയുടെ സ്ഥാനാർത്ഥി നേരത്തെ കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്, ബൈജു കലാശാല എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പം കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് പൊതുവെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ഇത് വളരെ കുറവായിരുന്നു. അദ്ദേഹം അത്രത്തോളം പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ അത്ര പോരായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ തോന്നുന്നു? പക്ഷേ അരുൺകുമാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മുന്നിൽ തന്നെ നിൽക്കുക. കാരണം ചിലപ്പം ഇപ്പം നമ്മൾ അവിടെ ഉള്ളവരോട് മാവേലിക്കരെ പോയി സംസാരിച്ചാൽ ആരും സംശയമില്ലാതെ പറയുമെന്ന് തോന്നുന്നു അരുൺകുമാർ എന്നുള്ളത്. തന്നെയല്ല, ഒരു പുതുമുഖം വരുന്നു, ചെറുപ്പമാണ്, ആക്റ്റീവാണ്. അതെ, ചെറുപ്പക്കാർക്കിടയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ എന്തുവായാലും അരുൺകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇലക്ഷനിലും കാണാമെന്നായിരുന്നു എൻ്റെ ഒരു. കൊടിക്കുന്നിൽ സുരേഷിന് ഇത്തവണ വലിയ ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. കൊടിക്കുന്നിലിന്റെ ഒരു പിന്നെ ബൈജു കലാശാലയെ നമുക്കങ്ങ് മാറ്റി നിർത്താം. അദ്ദേഹം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതൊക്കെ അത് ഇവര് തമ്മിലായിരുന്നു. അവിടുത്തെ മത്സരം നമ്മൾ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ നോക്കി കാണാനേ പറ്റും. മറ്റേ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അത്ര പ്രാധാന്യമൊന്നുമില്ല. പിന്നെ തന്നെയല്ല, ഇനി ഇവര് തമ്മിലുള്ള മത്സരത്തിൽ എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന എപ്പോഴും CA അരുൺകുമാർ തന്നെയാണ്. അത് മാത്രമല്ല, അരുൺകുമാർ നല്ല പോലെ വോട്ട് പിടിക്കുകയും ചെയ്യും. അതായത് ഒരു നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നാണ് ഇത് അവരുടെ പ്രവർത്തനങ്ങളുടെ. കാരണം പക്ഷേ അവര് പറയുന്നുണ്ട് 48,000 വോട്ടിന് കൊടിക്കുന്നിൽ ജയിക്കുമെന്നൊക്കെയാണ് അവര് ഉയർത്തുന്ന അവകാശവാദം. പക്ഷെ അതൊക്കെ വെറും അവകാശവാദം മാത്രമാണെന്നാണ് അവിടുത്തെ ഒരു ആൾക്കാരോട്ട് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. 48,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വരും എന്ന് കൊടിക്കുന്നിൽ വരും എന്ന് ഉറപ്പിച്ച് തന്നെ KPCC പറയുന്നുണ്ടെങ്കിലും അവിടെ അരുൺകുമാറിന് തന്നെയാണ് മാവേലിക്കര മണ്ഡലം അങ്ങനെ തന്നെയാണ്.